ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. പുതിയൊരു അപരാധ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ മോനിസത്തിനൊക്കെ അങ്ങനെ ടോക്ക്? എന്തൊരു ദാരിദ്ര്യമാണ്. രേണുസുതി ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. ദൈവമേ, ഇതൊക്കെ പരസ്യമായിട്ടും കാണിച്ചു തുടങ്ങി. എന്താണെന്ന് അറിയത്തില്ല, ഇത്രയും നാളുകൾ ആരും തുടങ്ങാത്ത ഒരു തള്ളിക്കയറ്റവും ഒരു എക്സ്ക്ലൂസിവിറ്റിയും രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷന് കിട്ടുന്നുണ്ട്. പാവപ്പെട്ട ഒരു വിധവേ സ്ത്രീ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഞാൻ സത്യം പറഞ്ഞ കുറെ നാള് മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. എന്താ ഇത്ര വൈകി? ആളുകൾ കണ്ണിന് മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കുവായിരുന്നു ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിട്ട്. ഓ, അപ്പൊ മനസ്സിലായി, എന്നെ ആക്കിയതാണല്ലേ. ബിസി തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA ലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ എനിക്ക് ടൈം പോലെ സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും. അതറിയാ മതി, വേണ്ട കണ്ടാത്തോണ്ട. സോ ലവ് യു സോ മച്ച് രേണുസുതി. ബൈ. കാണാം. ചുക്കും ചുണ്ടാമ്പില്ലാത്ത പെണ്ണാണ്, ചേട്ടൻ്റെ അഹങ്കാരം കണ്ടില്ലേ? ഇനി എന്താണ് സബ്സ്ക്രിപ്ഷൻ? ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ പ്രൈസ് നോക്കാം. ഓക്കെ, 180 രൂപ മാസം. ഇതുവരെ 1222 സബ്സ്ക്രൈബേഴ്സ്. ഇതിപ്പോ പോട്ടന്റെ ലോട്ടറി അടിച്ച പോലെ. 180 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേച്ചിയുടെ സാധനം കാണാൻ പറ്റും. അധികം നല്ലത് വല്ല പാണ്ടിലോറിക്കും തലവെക്കുന്നതാ. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചു തരാം. 1222 പേര് ഇൻറ്റു 180 റുപ്പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2,19,000 രൂപയാണ് ഗൈസ് ചേച്ചിക്ക് സബ്സ്ക്രിപ്ഷൻ വഴി കിട്ടുന്നത്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പൊ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരോ? ചേച്ചി അങ്ങനല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഞരമ്പന്മാരുണ്ട്. അവന്മാര് ഈ സ്നേഹിക്കുന്നവരൊന്നും ഈ പരിപാടിക്ക് നിൽക്കത്തില്ല എന്റെ പൊന്നു ചേച്ചി. ഭയങ്കര അത് കലക്കി. റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാര് ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയത്. ആ അവസ്ഥ നിങ്ങളത് ആലോചിച്ച് നോക്ക്, എന്ത് ദുരവസ്ഥയാണ്. എന്തൊരു വൃത്തിയായിട്ട പരിപാടിയാണ്. എങ്ങനെങ്കിലും ആ ക്ലീവേജും വയറും ഒക്കെ ഒന്ന് കാണിച്ച് കുറച്ച് 4 പൈസ എങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ അതിന് ഒന്മാര് സമ്മതിക്കത്തില്ലെന്നുള്ളതാണ്. എന്തൊരു കഷ്ടമെന്ന് പറ. ഒന്നുമില്ല, അവരൊരു വിധവയില്ലയോ? അതുൽ കലാകാരൻ കൊല്ല സുധിച്ചേട്ടന്റെ ഭാര്യയില്ലയോ? വഴി കൂടെ പാട്ടയം പറക്കി നടന്നവനെ പിടിച്ച് ഈ ജോലി ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്കിത് തന്നെ വേണം. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനാണ് ചേച്ചി എടുത്ത് ഇതൊക്കെ ചെയ്യുന്നത്? എന്തൊരു കഷ്ടമാടാ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം പോണം ചേച്ചി നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോണം. കിട്ടാവുന്നതിന്റെ മാക്സിമം നിനക്ക് ആ വാങ്ങിച്ച് തന്നിരിക്കും. മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മെറ്റ പോലും വിചാരിച്ച് കാണത്തില്ല ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന്. അത് ശരിയാ. സാധാരണ മെറ്റ ഈ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന സാധനമൊക്കെ നല്ല കാര്യങ്ങൾക്ക് എന്തോ അവർ പടച്ചുവിട്ട സാധനമാണ്. അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാ. മറ്റേ ഇത് ഒൺലി ഫാൻസ് സാധനം ഇപ്പം ഇൻസ്റ്റയ്ക്കകത്ത് എത്തിയ പോലെയാണ്. ഇൻസ്റ്റ കുറച്ചും കൂടെ ഒന്ന് ലിബറൽ ആക്കുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് തുണി അഴിച്ചാടുന്ന തുണ്ട് സാധനമായിട്ട് ഇൻസ്റ്റ മാറും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ചേച്ചിയുടെ ഈ സബ്സ്ക്രിപ്ഷൻ ഉമ്മാര് മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കരുത് ചേച്ചി. ഇതിനെതിരെ വളരെ ശക്തമായി ആഞ്ഞടിക്കണം. ഓക്കെ, അല്ലടാ സത്യം. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. ഉറപ്പായിട്ടും കൊടുക്കണം. അല്ല ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്ത് പരാതിക്കകത്ത് എഴുതുന്നേ? ഞാൻ ഇൻസ്റ്റയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അതിനകത്ത് ക്ലീവേജും വയറും കാണിക്കുന്നുണ്ടായിരുന്നു. ക്ലീവേജും വയറും ലീക്കായി. അല്ല അന്നേരം അത് എന്തോന്നും പറഞ്ഞ് അത് കേസ് എടുക്കുവോ അവര്? എന്നെ വെറുതെ ഒരു ഊവാക്കല്ലേ, നിർത്തിക്കോണം.
ഇന്ന് തന്നെ നിർത്തിക്കൊണ്ട് നിന്റെ ഇവിടുത്തെ പണി. പോലീസുകാരെയും കൂടെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് സാർ, ഇച്ചിരി ക്ലീവേജ് കാണിച്ചിട്ടുണ്ട്, അതാണ് ഉമ്മാർ എടുത്തോണ്ട് പോകുന്നത് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. എല്ലാവരും കൂടി എന്നെ കളിയാക്കി കൊല്ലുക. ആണെങ്കിൽ പോലീസുകാർക്ക് കൂടി 2 സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ടും കൊടുത്തു കൈക്കൂലിയായിട്ട്. എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്, മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. എങ്ങനെയാണോ പറഞ്ഞു മനസ്സിലാക്കാം. അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണുന്നത്. ഈ സ്ക്രീൻഷോട്ട് നിന്റെ ഫോണിൽ വെച്ചോ. തങ്കം സാർ, അവർ തങ്കം. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ. ആരെങ്കിലും പറ, നീ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ വെച്ച് നിങ്ങൾ സൂചിച്ചോന്ന് ആരെങ്കിലും പറയൂ? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. കിടന്ന് ചൂടാവില്ല നാരായണി, ഒരു പാലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ടേ. മനു എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ, മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്, അവനാണ് ഇത് സാധനം ഇവിടെ എല്ലാം ഇതാക്കിയത്. ഇവിടെ എല്ലാം അവനെ വിളിച്ച് 4 വർത്താനം പറയണം. ഇത് കൊള്ളാലോ കളി. അടുത്തത് പോരട്ടെ. നീ എന്നുള്ള രേണുസുതിയുടെ വീഡിയോ പബ്ലിക് ആക്കിയത്, പാവപ്പെട്ട ചേച്ചി എക്സ്ക്ലൂസീവ് ഉണ്ടാക്കിയ സാധനം. പാവങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് സാധനം തുടങ്ങി അവനൊക്കെ എടുത്ത് അത് പബ്ലിക് ആക്കാൻ പോയിരിക്കുന്നത് മോശം പരിപാടിയാണ് മനു നീ കാണിച്ചത്, വളരെ മോശം പരിപാടി. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നീ അത് കണ്ടിട്ട് എന്ത് ആരാണ് വഴിതെറ്റുന്നത്? അത് കണ്ടിട്ട് അത് പറ, ഉത്തരം പറ. അത് ഇന്ന് ഒരുപാട് ആൾക്കാര് ജോലി പണിയെടുക്കാതെ ദേഹം വിയർക്കാതെ എന്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി നടക്കുന്ന ആൾക്കാരാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും വീർക്കാതെടാ പണിയെടുക്കുന്നേ. അയ്യോ ശരിയാ, ഞാനത് ഓർത്തില്ല. ഞാൻ എന്തൊരു മണ്ടനാ. പുള്ളിക്കാരി 3 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻഫ്ലുവൻസർ ആണ്. അല്ല, നാളെ ഇത് കണ്ടിട്ട് ഇതേപോലെ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി പുറത്തേക്ക് വരും. വിവരമില്ലെങ്കിലും മുതലാളി പറഞ്ഞ ശരിയാ. നാളെ ഒരു ദിവസം ഒരു പെൺകുട്ടി ഈ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേന് അവര് വിചാരിക്കും ഇവനെ പോലെ എവനെങ്കിലും ഇത് പുറത്തിടും എന്നൊരു പേടി കാണും. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഈ തുമ്പി എന്ന് പറയുന്ന കുട്ടി ഈ സാധനം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടി എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ നാട്ടുകാരെയും കസിൻസിനെ എല്ലാം ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നാളെ ഒരു പെൺകുട്ടി ഇതുപോലെ തുടങ്ങുമ്പോഴത്തേനും ഈ നാട്ടുകാരും വീട്ടുകാരും ബ്ലോക്ക് ആക്കി വെച്ചാലും അവരറിയും നമ്മളെ പോലുള്ള ഏതെങ്കിലും ഒരു ഇതെടുത്ത് പുറത്തിടും. ഇതൊക്കെ അവർ പേടിക്കും. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. അളിയ ലാസ്റ്റ് ഇവരെ ഒരു എയർപോർട്ടിൽ വെച്ചപ്പോ ഒരു വീഡിയോ ഉണ്ടായി. അതിനകത്ത് ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഇവർക്ക് സംഭവം പിടിയിട്ടില്ല. ഫാൻസിന്റെ സ്റ്റാറ്റസ് എനിക്കറിയാം, അത് കുഴപ്പമൊന്നുമില്ല, നല്ലവരായിട്ടുള്ള ആൾക്കാരാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അത് പോട്ട് ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ലടാ ഇവർക്ക്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. എടാ, സ്വന്തം ഭർത്താവ് മരിച്ച ഡേറ്റ് അറിയത്തില്ല. ചേട്ടന്മാരെ അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ. അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല, ഞാൻ ഇറങ്ങുന്നു.